മതതീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കൊയിലാണ്ടിയിൽ മുല്ലപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ചതെന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. മതതീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കൊയിലാണ്ടിയിൽ മുല്ലപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ചതെന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു. കൊയിലാണ്ടി ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ പ്രഫുൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കൊളാവിപ്പാലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. മതമൌലികവാദ ശക്തികൾക്ക് UDF വിധേയപ്പെട്ടാണ് കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥിയായി ആദ്യം ഉയർന്നു വന്ന പേര് ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരായിരുന്നു. കോൺഗ്രസുകാർ മുഴുവൻ ആഗ്രഹിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊയിലാണ്ടിയിൽ UDF സ്ഥാനാർത്ഥിയാകണമെന്നാണ്. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടത് മതമൗലികവാദ ശക്തികൾക്ക് UDF നേതൃത്വം കീഴടങ്ങിയതുകൊണ്ടാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ ജമായത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ, തീവ്ര സംഘടനകൾ, കാരണം ഒരു കാലത്ത് ജമായത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരായി, പോപ്പുലർ ഫ്രണ്ടിനെതിരായി ഒക്കെ നിലപാടെടുത്ത വ്യക്തിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ആ നിലപാടുകളോട് ഇപ്പോ ഇത്തരത്തിലുള്ള ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ വിരോധം തീർന്നിട്ടില്ല. അതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തത് ജമായത്തെ ഇസ്ലാമിയാണ്. ജമായത്തെ ഇസ്ലാമിയെ പേടിച്ചാണ് കൊയിലാണ്ടിയിൽ UDF സ്ഥാനാർത്ഥിയായി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേര് വരാതിരുന്നത്. ജമായത്ത് ഇസ്ലാമിക്ക് കീഴടങ്ങുകയാണ് UDF നേതൃത്വം ചെയ്തത്. അതുകൊണ്ട് ജമായത്തെ ഇസ്ലാമി പറഞ്ഞ കാൻഡിഡേറ്റിനെയാണ് UDF ഇപ്പൊ കൊയിലാണ്ടിയിൽ പരീക്ഷിക്കുന്നത്. എന്തു തന്നെയായാലും കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ, കൊയിലാണ്ടിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഈ മതമൗലികവാദ കൂട്ടുകെട്ടിനെതിരായി വിധി എഴുതുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.